ദൈവ തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് ദൈവത്തിൻ്റെ വചനം പ്രാപിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യത്തിനും ബലത്തിനും വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ഇന്നും ഞാൻ ശരണപ്പെടുന്നു. വചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തുതിസ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ നിറവ് ദൈവസന്നിധിയിൽ ആരാധനയായി പങ്കുവെച്ച് പാദപീഠത്തിലിരുന്ന് തിരുമുഖം അന്വേഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ദൈവിക ദൂത് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഈ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇന്ന് നാം വായിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. 22-ാം സങ്കീർത്തനം 24-ാം വാക്യം ഇതാ ഞാൻ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 22-24. അരിഷ്ടൻ്റെ അരിഷ്ടത ദൈവം നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മുഖം മറച്ചില്ല, തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. വേദപുസ്തക വായന തന്നെ ഒരു കൃപയാണ്, ഒരു ശുശ്രൂഷയാണ്, ഒരനുഗ്രഹമാണ്, ഒരലങ്കാരമാണ്. എല്ലാ പുസ്തകവും വായിക്കുന്നത് പോലെ വേദപുസ്തകം വായിച്ചാൽ ചിലപ്പോൾ ചില വാക്യങ്ങളുടെ ആഴം തന്നെ നഷ്ടപ്പെടും. വായനയിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. വേദപുസ്തകം ഈ വാക്യം അതുപോലത്തെ ഒന്നാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു സംശയ നിവാരണം നടത്തുന്നത് പോലത്തെ വാക്യമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു തെറ്റിദ്ധാരണ മാറ്റുകയാണ് എന്ന ധ്വനിയിലാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അതെന്താ? ഇവിടെ ഒരു മനുഷ്യൻ പറയുകയാണ്, അയ്യോ ദൈവം പിണങ്ങിയതല്ല, ദൈവം മുഖം മറച്ചതല്ല, ദൈവം കൈവിട്ടതല്ല, ദൈവം പ്രാർത്ഥന കേൾക്കുകയത്രേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ പറയില്ലേ, ഞാൻ അതുദ്ദേശിച്ചല്ല പറഞ്ഞത്, അയ്യോ ഞാൻ മറന്നിരിക്കുകയല്ലായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാതിരിക്കുകയല്ലായിരുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ധ്വനിയില്ലേ 24-ാം വാക്യം. ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം, അങ്ങനെയാണെന്ന് കേട്ടോ. 24-ാം വാക്യത്തിൽ വായിക്കുന്നു ഇങ്ങനെയാണ്: ദൈവം തൻ്റെ മുഖം മറച്ചില്ലെന്നല്ല, മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേട്ടു എന്നല്ല, കേൾക്കുകയത്രേ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആ വായനയെ തന്നെ എനിക്ക് തോന്നി ഒരു നീതീകരണം, ഒരു തെളിമാർന്ന നിലവാരത്തിൽ കാര്യം ബോധിപ്പിക്കുകയാണ്. അതിനെന്താ കാരണം? ആ വാക്യം അതുപോലെ മനസ്സിലാകണമെങ്കിൽ 22-ാം സങ്കീർത്തനം നമുക്ക് മനസ്സിലാകണം. 22-ാം സങ്കീർത്തനം ഒരു മശിഹൈക സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ വരച്ച് കാട്ടിയിരിക്കുന്ന ഒരു പ്രവചന ധ്വനിയുള്ള സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. ക്രൂശിലെ തിരുവായ്മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുമൊഴി ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രവചന നിവൃത്തി കൂടെയാണ്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേ വാചകമല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് സ്വർഗത്തിലെ അപ്പനെ നോക്കി വിളിച്ചു പറഞ്ഞത്? അവിടെ മുതൽ താഴേക്ക് ഈ സങ്കീർത്തനം ദാവീദാണ് രചിച്ചതെങ്കിലും ഈ സങ്കീർത്തനത്തിന് ഒരു ക്രിസ്തുവിൻ്റെ നിഴലുണ്ട്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പൊരുൾ നിറവേറേണ്ടത് പ്രവചനമായി ഇതിനകത്ത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവം കൈവിട്ടു, ദൈവം അകന്നു നിൽക്കുന്നു, ദൈവം ഉത്തരമരുളുന്നില്ല, ദൈവം പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, എല്ലാ വിഷയങ്ങളും എന്നെ കയറി വളഞ്ഞിരിക്കുകയാണ്, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, ഞാൻ നിന്ദിതനായിരിക്കുന്നു, എന്നെ കാണുന്നവരൊക്കെ തലകുലുക്കുകയാണ്, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടും ദൈവം എനിക്ക് ഉത്തരമരുളുന്നില്ല എന്നൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ ഏകദേശം ഒരു 23 വരെയുള്ള വാക്യങ്ങൾക്കകത്തെ പ്രതിപാദനം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ വരും, അയ്യോ ദൈവം ഇങ്ങനെയാണോ? കുരിശേ കിടന്ന് മോൻ വിളിച്ചപ്പോൾ മുഖം മറച്ചു, ഉത്തരമരുളിയില്ല, ഇതാണോ ദൈവം എന്നൊരു തെറ്റിദ്ധാരണ ദൈവത്തെക്കുറിച്ച് വരാം. ഈ 22-ൻ്റെ 1 മുതൽ താഴേക്ക് കഷ്ടതയുടെ നടുവിൽ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പൊതുജനം കേൾക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അപ്പൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പുത്രന് തോന്നിയോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഉത്തരമരുളിയില്ല, എന്നെ കൈവിട്ടു, എന്നെ എല്ലാവരും കൂടി വളഞ്ഞു, എൻ്റെ ദൈവമേ നീ മുഖം മറച്ചു എന്നൊക്കെ പറഞ്ഞു പോയോ?
മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിപ്പോയോ എന്നൊരു ധ്വനി അതിനകത്ത് ഈ വാക്യം വായിച്ചപ്പോൾ ഉണ്ടായി. പെട്ടെന്ന് അത് തിരുത്തിക്കൊണ്ട് പറയുക, അയ്യോ, എൻ്റെ അപ്പം മുഖം മറച്ചതല്ലാട്ടോ, എന്നെ കൈവിട്ടതല്ലാട്ടോ, ശരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അപ്പം ആ ധാരണ മാറി, ഒരു ക്ലിയർ പിക്ചർ പുറത്തു വന്നു. ദൈവം കേൾക്കുകയായിരുന്നു, ഉത്തരമരുളുകയായിരുന്നു. വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം മുഖം മറച്ചതല്ല, എനിക്കത് മനസ്സിലായി എന്ന് തന്നെത്താൻ അങ്ങ് എന്താ പറയുക, ഒരു സംയമനം പാലിക്കുന്നതല്ല, സത്യസന്ധമായി പറയുക, എന്നെ കൈവിട്ടതാ, ഞാൻ വിചാരിച്ചു കൈവിട്ടെന്ന്, ഞാൻ വിചാരിച്ചു മുഖം മറച്ചെന്ന്, ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന ഇനി കേൾക്കരുതെന്ന്. അങ്ങനെ അല്ലായിരുന്നു. ഇരുട്ട് പരന്നെങ്കിലും, വിളിച്ചപേക്ഷിച്ചപ്പോൾ കേട്ടില്ല എന്ന് എനിക്ക് തോന്നിയെങ്കിലും കേൾക്കുകയായിരുന്നു, മുഖം മറച്ചതല്ല എന്ന് നമ്മളോട് പറയുക. എത്ര ഡീസൻ്റായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ് തെറ്റിദ്ധാരണ മാറ്റുന്നത്. അതിൻ്റെ കാരണം ഞാൻ അല്പം കൂടി വിശദീകരിക്കാം. ക്രൂശിൽ യേശുക്രിസ്തു തകരുക. ആ സമയത്ത് അപ്പാ എന്ന് വിളിച്ചപ്പോൾ മുഖം മറച്ചു എന്നൊക്കെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. സൂര്യൻ ഇരുണ്ടുപോയി, ദൈവം ആ വിളി കേട്ടില്ല. പക്ഷെ പുത്രൻ പറയുന്നു, എങ്കിലും 33 വർഷം ജീവിച്ചിട്ട് എല്ലാ കാര്യവും കേട്ടിട്ട് എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ മുഖം മറച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാതിരിപ്പാൻ, ആ ധാരണ മാറ്റാൻ ലോകത്തോട് പറയുന്നു, എൻ്റെ അപ്പം മുഖം മറച്ചതല്ല, അവൻ കേൾക്കുകയത്രേ ചെയ്തത്. കേൾക്കുമായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ 1-2 ഉദാഹരണം പറയാം. ഇന്ന് റെഡിമെയ്ഡാണ് ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് കൂടുതലും. എന്നാൽ പണ്ട് ഷർട്ടും പാൻറ്റൊക്കെ തയ്ക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും തയ്ക്കുന്നവർ കണ്ടേക്കാം, ടൈലേഴ്സ്. ഞാൻ ഒത്തിരി ഷർട്ടുകൾ തയ്ക്കാറുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഒരു തയ്യൽക്കാരനുണ്ട്, അദ്ദേഹം തയ്ച്ചു തരുന്നതാണ് എനിക്കിഷ്ടം റെഡിമെയ്ഡിനേക്കാൾ. അപ്പം തയ്ക്കുക. ഞാനൊരു തുണി കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത ശനിയാഴ്ച വാ. അപ്പം എനിക്കിടാനുള്ള ആകാംക്ഷയോടെ ഞാൻ ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വ്യാഴാഴ്ച പോരുന്ന വഴിക്ക് തയ്യൽക്കടയിൽ കയറിയപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? ഞാൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പണം കൊടുത്ത് മേടിച്ച എൻ്റെ തുണി ഈ മനുഷ്യൻ മേശപ്പുറത്തിട്ട് കന്നം പിന്നം കത്രയും കൊണ്ട് മുറിക്കുക. തുണിക്കടക്കാരൻ ടൈലർ തയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ആ തുണിയെടുത്ത് കട്ട് ചെയ്യുന്ന കണ്ടാൽ നമുക്കൊരു പിടിയും കിട്ടിയാല. 2.5 മീറ്റർ തുണി മേടിച്ചു കൊടുത്തത് ചന്നം ഭിന്നം മുറിച്ചിട്ടു മേശപ്പുറത്ത്. ഇത് കണ്ടപ്പോൾ നമ്മൾ ഒച്ച വെച്ചു, ഈ ദ്രോഹി ചെയ്തത് കണ്ടോ, എൻ്റെ കാശ് കളഞ്ഞു, എൻ്റെ തുണി മുഴുവൻ മുറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ ആ സമയത്ത് നമുക്കൊന്നും പിടികിട്ടിയാല. ആ തയ്യൽക്കാരൻ സ്വാന്തനിപ്പിച്ചിട്ട് ചേട്ടൻ പോയിട്ട് ശനിയാഴ്ച വാ എന്ന് പറഞ്ഞ് നമ്മളെ തണുപ്പിച്ച് വിട്ടു. ശനിയാഴ്ച വരുമ്പോൾ തയ്ച്ച് തേച്ച് ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന എൻ്റെ ഷർട്ട് കണ്ടു. അന്ന് ഞാൻ പറയും, അയ്യോ വ്യാഴാഴ്ച ഞാൻ ഓർത്ത് എല്ലാം തീർന്നെന്ന്, നശിപ്പിച്ചെന്ന്, എന്തോ ഈ കാണിച്ചെന്നോർത്തു. ഇത് നശിപ്പിക്കുകയല്ലായിരുന്നു, തുന്നുകയായിരുന്നു, ഇതെനിക്ക് വേണ്ടി തയ്ക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രോസസ്സുണ്ട്. നമ്മൾ നേരത്തെ ചെന്ന് നോക്കുമ്പോൾ ഇത് ആ രീതിയിലാണ് കാണുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ നമ്മൾ കരഞ്ഞ് കാല് പിടിച്ചാലും നമ്മളെ കയറ്റാത്തത്? ഡോക്ടർ രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം നെഞ്ചാണ്, ഹാർട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ICUവിലൊക്കെ നിൽക്കുന്ന, തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സസും ഡോക്ടേഴ്സൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. സ്ഥിരമായിട്ട് അവർ ചെയ്യുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണെങ്കിൽ പോലും നെഞ്ച് പിളർക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. അസ്ഥികളൊക്കെ കട്ടർ കൊണ്ട് കട്ട് ചെയ്യും. അസ്ഥികൾ എന്ന് പറഞ്ഞാൽ ആ ജോയിൻറ്റുകളെല്ലാം നെഞ്ച് പൊളിച്ചു വയ്ക്കും. ഈ കാഴ്ച ആ മനുഷ്യൻ്റെ മോൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കണ്ടാൽ, നല്ല കട്ടർ കൊണ്ട് കട്ട് ചെയ്യുന്നത്, വലിയ പ്ലെയർ കൊണ്ട് വലിച്ചു മാറ്റുന്നത്, ഇത് കണ്ടാൽ അയാൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയും, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പനെ ഇവർ കുത്തിക്കീറി, അയ്യോ എന്ന് നിലവിളിക്കും. അതുകൊണ്ട് നമ്മളെ തിയേറ്ററിൽ കയറ്റാത്തേ. എല്ലാം കഴിഞ്ഞ് 4-5 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോൾ ആ മനുഷ്യൻ കണ്ടാൽ പറയും, എൻ്റെ അപ്പനെ അവർ കുത്തിക്കീറുമല്ലായിരുന്നു കേട്ടോ. ഡോക്ടർ വളരെ സൂക്ഷിച്ച്
അപകട മേഖലയിൽ നിന്ന് ആ ബ്ലോക്ക് മാറ്റി ഹാർട്ട് പിന്നെയും വർക്ക് ചെയ്യത്തക്ക രീതിയിൽ അദ്ദേഹം എൻ്റെ അപ്പനെ രക്ഷിക്കുകയായിരുന്നു. ആയുർവേദ തിരുമശാലയിൽ ചെല്ലുമ്പോൾ അവിടെ പലതരം ചികിത്സയുണ്ട്. അവിടെ എണ്ണയ്ക്കകത്ത് നമ്മളെ ശരിക്കും കുഴമ്പ് എണ്ണയിട്ടതിന് ശേഷം വെറും തറയിൽ കമത്തി കടത്തിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു പിടിവള്ളിക്കകത്ത് അജാനഭാവുവായ തിരുമുകാരൻ കമത്തി കടത്തിയിട്ട് രോഗിയുടെ പുറത്ത് കയറി ഇന്ന് ചവിട്ടി തിരുമും. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ കണ്ടുകൊണ്ട് കയറി വന്നാൽ എൻ്റെ ദൈവമേ, എൻ്റെ അച്ചായനെ ചവിട്ടി കൊല്ലുവാണേ എന്നും പറഞ്ഞ് നിലവിളിക്കും. പക്ഷേ ആ ചേച്ചിയെ പുറത്തിറക്കി വിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പറയും, ഓ എന്തു സുഖമായിരുന്നു, ആ നടുവിൻ്റെ വേദന മാറി, ആ പുറത്തെ വിലക്കം മാറി. കാരണം അയാൾ ചവിട്ടിക്കൊല്ലുമല്ലായിരുന്നു, ചികിത്സിക്കുകയായിരുന്നു. ഇതുപോലെ നമുക്ക് തോന്നും, ചവിട്ടി തിരുമുമ്പോൾ, നെഞ്ച് പിളർന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ മേശപ്പുറത്തിട്ട് തുണി വെട്ടിക്കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതും കണ്ടുകൊണ്ട് ചെന്നാൽ അടിയുണ്ടാവും, അവിടെ വഴക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും അകറ്റി നിർത്തുന്നത്, നമ്മളകത്ത് കയറ്റാത്തത്. നമുക്കൊരു ഡേറ്റ് തന്നിട്ട് ആ ദിവസം വന്നാൽ മതി എന്ന് പറയാൻ കാരണം ഈ പ്രശ്നം ഉണ്ടാവും. ഇതുപോലത്തെ ഒരു രംഗമാണ് ക്രൂശിൽ. തല്ലി തകർക്കുമ്പോൾ അപ്പൻ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന കണ്ടാൽ ഓർക്കും, എന്തോ അപ്പനായത്. ഓമനപുത്രനെ കാൽവരിയിൽ കാളയുടെ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്ന പോലെ തകർത്ത് തൂക്കി കണ്ണും അടിച്ച് പുറത്താക്കി തലയിൽ മുൾക്കിരീടം വെച്ച് ഉഴവുചാല് പോലെ അസ്ഥിബന്ധം വിട്ട് ഇതുപോലെ തൂക്കിയിട്ടപ്പോൾ ദൈവം കൈവിട്ടെന്ന് തോന്നും. പക്ഷെ മോൻ പ്രവചനമാണെങ്കിലും പുത്രൻ പറയുന്ന വാക്കായിട്ട് അവിടെ എഴുതി, അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടതല്ല, എൻ്റെ അപ്പൻ എന്നെ മുഖം മറച്ചതല്ല, അവൻ പിണങ്ങിയതല്ല, ഉത്തരമരുളുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം സത്യമായി പറയാം, നമുക്ക് തോന്നും നമ്മളെ ചവിട്ടിക്കഴുകുമ്പോൾ, നമ്മളെ ചിലത് ഞെക്കിക്കഴുകുമ്പോൾ, നമ്മുടെ അകത്തുള്ളത് പുറത്ത് കളയാൻ ചങ്ക് കീറുമ്പോൾ, നമ്മുടെ സ്വപ്നമായിരുന്നത് വെട്ടിക്കുറുക്കി നിനക്ക് പാകപ്പെടുത്തി തരുമ്പോൾ, നമ്മളിടയിൽ കയറിയാൽ നമുക്ക് തോന്നും, ദൈവമേ എന്താ ഈ കാണിക്കുന്നേ, എൻ്റെ കുഞ്ഞിനോട് എന്നെ ഈ കാണിക്കുന്നേ. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും, നിൻ്റെ കുഞ്ഞിനെ അവൻ കൊല്ലുമല്ലായിരുന്നു, നിൻ്റെ ജീവിതത്തെ അവൻ ചൂതാട്ടം നടത്തുകയല്ലായിരുന്നു, അവൻ നിൻ്റെ കണ്ണീരിന് മറുപടി തരികയായിരുന്നു, പണിയുകയായിരുന്നു, ഉയർത്തുകയായിരുന്നു, മാന്യത വരുത്തുകയായിരുന്നു, മെനയുകയായിരുന്നു എന്ന് മനസ്സിലാകും. ഇതാ ദൈവം, ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലും വിഷയത്തിലൂടെ ചവിട്ടി കഴുകി കുത്തിക്കേറി തുന്നിക്കെട്ടി കയറി വരുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, കൊല്ലാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ മഹാസഭയിൽ, തൊട്ട് താഴത്തെ വാക്യം കൊണ്ട് വായിച്ചാലേ, മഹാസഭയിൽ പ്രശംസയുണ്ടാകാൻ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നോടെ കേൾക്ക്, പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്ക്, മനസ്സിലാകും. ഒത്തിരി വേദനയും ടെൻഷനും മാറും, ദൈവത്തോട് സ്നേഹം കൂടും. അതാണല്ലോ എൻ്റെ ഉദ്ദേശം. എൻ്റെ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ പള്ളു പറയരുത്, തള്ളിപ്പറയരുത്. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയത്രേ ചെയ്തത്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വെളിപ്പാടിനായി സ്തോത്രം. അങ്ങത്ര മഹാൻ, അങ്ങത്ര ധന്യൻ. ഒരിക്കലും മനുഷ്യനെ കുത്തിക്കീറി തല്ലിപ്പൊട്ടിച്ച് മൺപാത്രം ഉടച്ചിട്ടിരിക്കുന്നവർ ഉടച്ചിടുകയില്ല. ആ ബലിഷ്ഠമായ കരം കൊണ്ട് കുശവൻ പിന്നെയും മെനഞ്ഞ പാത്രം ഉടയ്ക്കുന്നെങ്കിൽ അതിനേക്കാൾ മനോഹരമായത് മെനയുമെന്ന് ഇരമ്യാവിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെ സംഭവിക്കും. ഞങ്ങളുടെ ധാരണപ്പശകൾ മാറ്റിത്തന്നതിന് നന്ദി. അങ്ങ് മുഖം മറച്ചതല്ല, ഉത്തരം അരുളുകയത്രേ ചെയ്തത് എന്ന് പറയാൻ ഞങ്ങൾക്കും ഒരു സാക്ഷ്യം തരും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.